ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ. മത്തായി 5-ന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ന്യായപ്രമാണത്തിലുള്ളത് സകലവും നിവൃത്തിയാകാതെ, അതായത് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടാതെ നിറവേറുന്നത് വരെ ആകാശവും ഭൂമിയും മാറ്റപ്പെടുകയില്ല. ഗ്രീക്ക് ഭാഷയിൽ ജിനോമായി എന്നാണ് നിറവേറുക എന്നതിൻ്റെ മൂലപദം. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ ദൈവവചനം മാറില്ല. ആകാശവും ഭൂമിയും ഓടിപ്പോകുന്ന കാര്യം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഒക്കെ നമ്മൾ വായിക്കുന്നു. അങ്ങനെ അത് മാറ്റപ്പെടുന്നതോടുകൂടെ പ്രവചനത്തിൻ്റെ ആ പരിപാടി അങ്ങ് അവസാനിക്കുന്നു. വള്ളി എന്നത് എബ്രായ ഭാഷയിലെ ഏറ്റവും ചെറിയ ലിപിയാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരക്ഷരം മറ്റൊന്നിൽ നിന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചെറിയ ഒരു കുനിപ്പാണ്. ദൈവം അശ്രദ്ധാലുവായി യാതൊന്നും പറയാറില്ല. ഒരു വാക്കും തിരുത്തുവാനോ പിൻവലിക്കാനോ ആവശ്യമുണ്ടാകില്ല. ദൈവത്തിൻ്റെ സകല വാക്കുകളും ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ മാർഗത്തിൽ നിറവേറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് കാത്തു സൂക്ഷിക്കാനും പാലിക്കാനുമുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും കർത്താവ് പറയുന്നു. ഏറ്റവും ചെറിയ ഒരു കൽപ്പന ലംഘിക്കുകയും അത്ര ചെറിയ ഒന്നിനെ തെറ്റായി ഉപദേശിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. ഇത് ദൈവവചനം താറുമാറാക്കുന്നവരെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. കൽപ്പനകൾ പാലിക്കുകയും അപ്രകാരം പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് ഗണിക്കും. ന്യായപ്രമാണം എഴുതിയ തിരുവെഴുത്താണ്. ന്യായപ്രമാണം പാലിക്കുക എന്നാൽ അത് സൂക്ഷിക്കുക എന്നല്ല അർത്ഥം. നമ്മയും ക്രിസ്തുവിനെയും ബന്ധിച്ചുള്ള ന്യായപ്രമാണത്തിന്റെ സാക്ഷ്യം അംഗീകരിക്കുക എന്നതാണ്. ഉടമ്പടികൾ എപ്പോഴും അതിൽ അന്തർഭവിച്ചിരിക്കുന്ന രണ്ട് കക്ഷികൾ തമ്മിലുള്ള വ്യവസ്ഥയെ കാണിക്കുന്നു. വിശുദ്ധ ബൈബിൾ പഴയതും പുതിയതുമായ രണ്ട് നിയമങ്ങളെക്കുറിച്ച് പറയുന്നു. പഴയ നിയമം 10 കൽപ്പനയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. യഹോവ കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്നുള്ള ഇസ്രായേലിന്റെ ദൃഢപ്രതിജ്ഞയെ തുടർന്ന് ആണ് ഈ 10 കൽപ്പനകളൊക്കെ കൊടുത്തിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലൊക്കെ അതിന്റെ വിശദീകരണമുണ്ട്. കൽപ്പനകൾ എന്തായിരിക്കുമെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ അവർ യഥാർത്ഥത്തിൽ തങ്ങളെ തന്നെ അനുസരണമുള്ളവരായി പ്രതിഷ്ഠിച്ചു. 10 കൽപ്പനകളെക്കുറിച്ച് അറിവുള്ളവരായി തീർന്നപ്പോൾ അവരുടെ പ്രതിജ്ഞാവാചകം പുതുക്കി ഞങ്ങളത് ചെയ്യുമെന്ന് ആവർത്തിച്ചു പറഞ്ഞു. ന്യായപ്രമാണം എന്നറിയപ്പെടുന്ന 10 കൽപ്പനകൾ മോശ മുഖാന്തരം തൻ്റെ ജനത്തിന് ദൈവം നൽകി. ന്യായപ്രമാണം 2 കാര്യത്തിനാണ് കൊടുക്കപ്പെട്ടത്. ഒന്നാമത്, അത് പാലിക്കാൻ മനുഷ്യന് പ്രാപ്തിയില്ലെന്ന് ആകുന്നതിന് വേണ്ടി. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. റോമാലേഖനത്തിൽ പൗലോസ് അങ്ങനെ പറയുന്നു. ന്യായപ്രമാണം ഇല്ലാത്ത സ്ഥലത്ത് ലംഘനമില്ല. ലംഘന നിമിത്തം
കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണത്താൽ ന്യായത്തിൻ്റെ പരിജ്ഞാനമാണ് വരുന്നത്. അതിനാൽ മനുഷ്യൻ്റെ പാപപ്രകൃതി ദൈവസന്നിധിയിൽ ന്യായപ്രമാണം വെളിപ്പെടുത്തുന്നു. ന്യായപ്രമാണം നീതിമാന് വേണ്ടിയല്ല, നീതികെട്ടവർക്ക് വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഗ്രഹിക്കുമ്പോൾ ന്യായപ്രമാണം വിശുദ്ധമെന്നും നീതിയും നന്മയും ഉള്ളതെന്നുമൊക്കെ അറിയുന്നു. മനുഷ്യനിലുള്ള പാപം ബോധ്യപ്പെടുത്തുന്ന ഉടനെ ന്യായപ്രമാണം അതിൻ്റെ അടുത്ത പടി നിറവേറ്റുന്നു. അതായത് ക്രിസ്തു പാപിയുടെ രക്ഷിതാവ് എന്നാണ് ഈ വെളിപ്പെടുത്തൽ. റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഒക്കെ പൗലോസ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ന്യായപ്രമാണത്താൽ മനുഷ്യന്റെ പാപം വെളിപ്പെടുന്നതോടുകൂടെ ന്യായപ്രമാണം കൂടാതെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന ദൈവനീതി അതിനെ തുടർന്ന് വെളിപ്പെടും. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം വഹിക്കുന്നു. അതിനാൽ ന്യായപ്രമാണത്തിന്റെ 2 തരമായ പ്രയോജനം മനുഷ്യനെ പാപത്തെക്കുറിച്ച് ബോധവാനാക്കുവാനും അവനെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാനും ഉപകരിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തെ ഗൗരവമായി കാണണം എന്നതാണ് കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മുടെ സ്വയനീതീകരണത്തിനോ ലാഭത്തിനോ വേണ്ടി വളച്ചൊടിക്കാനോ പഠിപ്പിക്കാനോ ഒരവകാശവുമില്ല. ദൈവവചനം ദൈവത്തിൻ്റെ നാവാണ്. നമുക്കത് നൽകിയിരിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതിനെ വളച്ചൊടിക്കാനും ഒരു കാരണവശാലും ശ്രമിക്കരുത് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. പാലിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, മനോഹരമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവിക പ്രമാണങ്ങളെ പാലിക്കാനും മുറുകെ പിടിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുമിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടി ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.